ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ചെറിയൊരു മിനി ഫിഷ് പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഫിഷ് പോണ്ട് എവിടെ ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ മുറ്റത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ വേറെ എവിടെയും ഉണ്ടാക്കാൻ പറ്റിയ ഇല്ലെങ്കിൽ സൈഡിലൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പം ഈ പൂന്തോട്ടത്തിൻ്റെ ഇടയിലാണെങ്കിൽ അധികം സ്ഥലവും ഇല്ല. അപ്പോൾ ചെറിയൊരു ഫിഷ് പോണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ അത് പിന്നീട് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ പിന്നെ അത് പൊളിച്ച് മാറ്റേണ്ടി വരില്ല. അപ്പോൾ ഞങ്ങൾ ടാൽപ്പായ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫിഷ് പോണ്ട്. അപ്പോൾ ഈ ഫിഷ് പോണ്ടിലും ഞാനും എൻ്റെ കുട്ടികളും ചേർന്നിട്ട് ചെയ്തത്, ആദ്യം ഒരു കുഴി കുഴിച്ചിട്ട് അതിൽ ടൈൽസ് വെച്ചു. ഒരു ടൈലിൻ്റെ പീസ് ഉണ്ടായിരുന്നു, അത് വെച്ചു. അത് സൈഡിൽ കൂടിയും വെച്ച് കൊടുത്തു. അതിൻ്റെ മീതെ ഒരു ടാൾപ്പായയുടെ പീസ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാനതിൽ വെള്ളം പാർന്ന് നോക്കി. ചിലപ്പോൾ ചെറിയ ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം പോകാൻ സാധ്യത ഉണ്ടാകും. നോക്കിയപ്പോൾ വെള്ളമൊന്നും പോകുന്നില്ല. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതേപോലത്തെ കളർ ചെടി ഇതേപോലെ സൈഡിൽ കൂടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ വൈറ്റ് ഇതേപോലത്തെ കല്ലിൻ്റെ കുറച്ചുണ്ടായിരുന്ന സൈഡിൽ കൂടെ വെച്ച് കൊടുത്തു. അതേപോലെ ഇത് ടർട്ടിൽ വെയിനാണ്, അത് സൈഡിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ കല്ലുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്കറിയാം, മെറ്റലിൻ്റെ കുറച്ച് വലിയ കല്ലാണ്, അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ചോട്ടാ ഭീം ഇവിടെ നിൽക്കുന്നതായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ വെള്ളത്തിൽ ചിലപ്പോൾ ഫിഷൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൂച്ച വല്ലതും കടിച്ചു എന്നറിയില്ല. ഒന്ന് സൈഡിൽ ഞാൻ കുറച്ച് കല്ലുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫിഷിന് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒളിക്കുക എന്തെങ്കിലും ചെയ്യുക. ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഫിഷ് രക്ഷപ്പെടാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫിഷിനെ ഇട്ടിട്ടില്ല, ഇടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചെറിയ പോണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പോണ്ട് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചെറിയ ചിലവേ ഉള്ളൂ, ചെറിയ സമയം, ഒരു അരമണിക്കൂറാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത്. ഇനി ഇതിലേക്ക് ഫിഷ് ഇടണം. അപ്പോൾ ഞങ്ങൾ അലങ്കരിക്കാൻ വേണ്ടി ഒരു മണി പ്ലാന്റിൻ്റെ വള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇത് വെച്ചാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ചെടികളൊക്കെ വാങ്ങണം. വാട്ടർ ലില്ലി വാങ്ങണമെന്നുണ്ട്. അത് ഇനി പോകുമ്പോൾ വാങ്ങും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിലിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് അലങ്കരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിലോട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? കാണാനൊരു പ്രത്യേക രസമുണ്ട്. ഇനി ഫിഷിനെ ഇട്ട് കൊടുക്കണം ഇതിലോട്ട്. ഈ വാട്ടർ പോണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ? കാണാൻ നല്ല രസമുണ്ട് അല്ലേ? അപ്പം ഈ വാട്ടർ പോണ്ടിലോട്ട് ഞങ്ങൾ മൊസ്കിറ്റോ ഫിഷിനിടാനാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇതേപോലെ ചെറിയ വെള്ളമൊക്കെ ചിലപ്പോൾ കിട്ടിക്കിടക്കുമ്പോൾ ചിലപ്പോൾ കൊതുകൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാലോ. അപ്പോൾ നമ്മൾ ഫിഷിനിടുമ്പോൾ ആ കൊതുകിനെ പിടിക്കാൻ പറ്റുന്ന ഫിഷിനെ തന്നെ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനത്തെ ഫിഷിനെ നോക്കി വാങ്ങാം. അപ്പോൾ നമുക്ക് സിമെൻറ്റ് വെച്ച് ചെയ്യുന്നേക്കാളും കുറച്ച് നല്ലത് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് തോന്നുന്നു. കാരണം ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫിഷ് പോണ്ട് വേണ്ട, മാറ്റണം തോന്നിയ സിമെൻറ്റൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത് പൊളിച്ച് മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ താൽപ്പായാകുമ്പോൾ നമുക്കത് മാറ്റി കൊടുക്കാം. പിന്നെ കുറച്ച് വലിയ ഫിഷ് പോണ്ടൊക്കെ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചെറുത് മാറ്റിയിട്ട് വലുതാക്കാൻ അവിടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെറുത് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫിഷ് എങ്ങനെയുണ്ട് ഇതിൽ നിന്നൊക്കെ നോക്കാം നമുക്ക്. എന്നിട്ട് കുറച്ച് വലിയ ഫിഷ് പോണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതേപോലെ ചെറുതൊന്നും ഉണ്ടാക്കി നോക്കുക. വാങ്ങിയിട്ടുണ്ട്, ഗപ്പിയാണ്. അപ്പോൾ അറിയാൻ ഇതുണ്ടെങ്കിൽ കൊതുകൊന്നും അങ്ങനെ വരില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ കൊതുക് വേഗം വരും. അപ്പോൾ ഇതിന് ഞങ്ങൾ അതിലേക്ക് ഇടാൻ പോവുകയാണ്. മീനുകളെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങളിതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു മീനുകളാണ്. അപ്പോൾ ഈ വാട്ടർ പോണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.